കുംഭമേള താരത്തിന്റെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കാനായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി. ഇതിന് പിന്നാലെ തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്ന് കാട്ടി പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. തനിക്ക് 18 വയസ്സായെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെ തന്റെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ ഭർത്താവ് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈ മാസം 20 വരെ യുവാവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്താനാണ് മധ്യപ്രദേശ് പോലീസിലെ ഒരു SIയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘം എത്തിയിരിക്കുന്നത്. മാർച്ച് 11-നായിരുന്നു ഇൻഡോർ സ്വദേശിയായ പെൺകുട്ടിയും കാമുകനും തമ്മിലുള്ള വിവാഹം നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വ്യത്യസ്ത മതവിഭാഗമായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. സിനിമയുടെ ഷൂട്ടിങ്ങിനായി കേരളത്തിലായിരുന്നതിനാൽ പോലീസ് പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി. എന്നാൽ വിവാഹത്തിന് സമ്മതമല്ലെന്നാണ് പിതാവ് അറിയിച്ചത്. തുടർന്ന് പ്രായപൂർത്തിയായെന്ന തെളിവുകൾ കാണിച്ചതോടെയാണ് കേരള പോലീസ് വിവാഹത്തിന് സഹായം ചെയ്തത്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഹാകുംഭമേള വൈറൽ പെൺകുട്ടി മൊണാലിസ ഒളിച്ചോടിയെന്ന് ഭർത്താവ് ഫർമാന്റെ വീഡിയോ വൈറലായിരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് തെളിഞ്ഞതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞൊരു വീഡിയോ ഭർത്താവ് ഫർമാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. എന്നാൽ മൊണാലിസയെ കാണാതായതിന് കാരണം ഫർമാൻ തന്നെയാണെന്നാണ് അവളുടെ അമ്മ ആരോപിച്ചത്. ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. കുട്ടിയെ ഇവർ തന്നെ എവിടെയോ ഒളിപ്പിച്ചുവെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. അതേസമയം വീഡിയോയിൽ ഫർമാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അജ്മീറിലും പുഷ്കറിലുമാണ്. മൊണാലിസ ഓടിപ്പോയി. അവളെ കണ്ടെത്താൻ ഞാൻ ഇവിടെയുണ്ട്. അതിനാൽ സുഹൃത്തുക്കളെ, എനിക്ക് അജ്മീറിൽ മൊണാലിസയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളെ കണ്ടെത്താൻ ഞാൻ ജോധ്പൂരിലേക്ക് പോകുന്നു. ജോധ്പൂരിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതിനാൽ ആർക്കെങ്കിലും അങ്ങനെയൊന്ന് അറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മഹേശ്വർ വീണ്ടും പരിഭ്രാന്തിയിലായി. എന്നിരുന്നാലും ഫർമാന്റെ വൈറൽ വീഡിയോയുടെ ആധികാരികത ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. മൊണാലിസയുടെ കുടുംബം ഇക്കാര്യം അറിഞ്ഞ ഉടനെ അവളുടെ അമ്മ ലതാഭായി അസ്വസ്ഥയായി. അവളുടെ അച്ഛൻ ജയ്സിംഗ് വോസാലെ നിരാശയിലായിരുന്നു. മഹേശ്വർ നഗറിൽ വീണ്ടും ചർച്ചകൾ സജീവമായിരുന്നു. വിവാഹം ഒരു ഗൂഢാലോചനയാണെന്നും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ മൊണാലിസ അപ്രത്യക്ഷയായേക്കേണ്ടി വരുമെന്നും ഊഹാപോഹങ്ങൾ ഇതിനകം തന്നെ പ്രചരിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏകദേശം 15-20 ദിവസങ്ങൾക്ക് മുൻപ് ഫർമാൻ ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ സംഭാഷണം സംഘടിപ്പിച്ചു. അതിനുശേഷം മൊണാലിസയ്ക്കോ ഫർമാനോ വിളിക്കാൻ കഴിയില്ല. മൊണാലിസയുടെ അമ്മ ലതാഭായ് പറഞ്ഞു. മൊണാലിസയുടെ മുത്തമ്മയും ഇതേ കാര്യം പറഞ്ഞു. മൊണാലിസയോട് കുറച്ചുനേരം സംസാരിക്കാൻ അനുവദിച്ചുവെന്നും പിന്നീട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുവെന്നും അവർ പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും ഇടപെടലിനെ തുടർന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൊണാലിസയുടെ യഥാർത്ഥ ജനനതീയതി വെളിപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.